നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദി അറേബ്യയിൽ മലയാളി യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. റിയാദിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ഇന്നലെയാണ് കാസർഗോഡ് ബന്തെടുക്ക സ്വദേശി AM ബഷീർ വെടിയേറ്റ് മരിച്ചത്. സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. ജലീൽ, ഈ പിടിയിലായിരിക്കുന്ന വ്യക്തികൾ, അവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം ഇവർക്ക് ഈ സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവരാണോ? ഗോകുൽ, കഴിഞ്ഞ ദിവസം സൗദിയിൽ മലയാളിയെ വെടിവെച്ചു കൊന്ന കേസിൽ 2 പേർ പിടിയിലായതായാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. റിയാദിൽ വെച്ചാണ് ഇവർ പിടിയിലായത്. കൊല്ലപ്പെട്ട മുഹമ്മദ് ബഷീറിന്റെ സ്പോൺസർ, അതായത് തൊഴിലുടമയാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏത് രാജ്യക്കാരാണ് പിടിയിലായത്, എന്താണ് ഈ കൊലപാതകത്തിന് കാരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പോലീസിൽ നിന്ന് ഇതുമായി സംബന്ധമായ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഈ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അസീർ മേഖലയിലെ ബിഷയിലാണ് ഇന്നലെ പുലർച്ചെ ഈ കൊലപാതകം നടന്നത്, വെടിവെപ്പ് നടന്നത്. കാസർഗോഡ് കുറ്റിക്കൊള്ളി ഏണിയാടി സ്വദേശി കുമ്പക്കോട് മുഹമ്മദ് ബഷീറാണ് കൊല്ലപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ ആണ് ഈ പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് എന്നാണ് വിവരം. ഈ മുഹമ്മദ് ബഷീർ താമസിക്കുന്ന റൂമിന് സമീപം അദ്ദേഹത്തിന്റെ വാഹനം കഴുകുകയായിരുന്നു ഇന്നലെ പുലർച്ചെ. ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. ശബ്ദം കേട്ട് സമീപവാസികൾ വന്നപ്പോൾ ഇദ്ദേഹം വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. സമീപത്തുള്ള ഒരു ഈജിപ്ഷ്യൻ പൗരനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു വരികയായിരുന്നു. ഇതാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് എന്നാണ് വിവരം. ഗോകുൽ, ശരി. സൗദി അറേബ്യയിൽ കാസർഗോഡ് സ്വദേശിയായ AM ബഷീറിന്റെ വെടിയേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 2 പേര് പിടിയിലായത്. ഇവരുടെ പേരുവിവരങ്ങളോ ഇവർക്ക് ഈ സംഭവത്തിലുള്ള പങ്ക് എന്താണെന്നതോ വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ച വിവരങ്ങളാണ് സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം പങ്കുവച്ചത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഇത്തവണത്തെ ഹജ്ജ് സേവനത്തിന് പോകുന്നവർക്കായി സൗദിയിലെ ICF RSC ഹജ്ജ് വോളണ്ടിയർ കോർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി സമാപിച്ചു. ഹജ്ജ് വേളയിൽ മക്ക, മീന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനമുണ്ടാകും. ഹജ്ജ് സേവനത്തിനായി രജിസ്റ്റർ ചെയ്ത ICF RSC പ്രവർത്തകർക്കായി 2 ഘട്ടങ്ങളായാണ് പരിശീലനം നൽകിയത്. മാപ്പ് റീഡിംഗ്, പ്രാഥമിക ചികിത്സ, ക്രൈസിസ് മാനേജ്മെന്റ്, മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലായിരുന്നു പരിശീലനം. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകും. നിലവിൽ മക്കയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് വോളണ്ടിയർ കോർ പ്രവർത്തകർ മിന, അറഫ, മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ സേവനം തുടരും. ജിദ്ദയുൾപ്പെടെ സൗദിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് മിനായിലേക്ക് സേവനത്തിനെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ ഈ വർഷവും മദീനയിൽ ആദ്യ ഹാജി എത്തിയത് മുതൽ മദീന എയർപോർട്ടിലും മദീന ഹറം പരിസരങ്ങളിലും, ജിദ്ദ എയർപോർട്ട്, മക്ക ഹറം പരിസരം, അസീസിയ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ വളണ്ടിയർമാർ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗദിയുടെ എല്ലാ പ്രവിശ്യകളിൽ നിന്നും ടീമിനെ 2 പരിശീലനങ്ങൾ നൽകി മിനയിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു. മിനയിൽ ക്യാമ്പ് സംവിധാനത്തോടുകൂടെ വിവിധ ഷിഫ്റ്റുകളിലായി എല്ലായിടത്തും എത്തുന്ന രൂപത്തിലുള്ള ഷെഡ്യൂളുകളും മറ്റും ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. വഴിതെറ്റുന്ന തീർത്ഥാടകരെ തമ്പുകളിലെത്തിക്കുക, രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുക തുടങ്ങിയ സേവനങ്ങൾക്കായി വീൽചെയറുകളും മെഡിക്കൽ വിഭാഗവുമെല്ലാം സജ്ജമാണ്. വളണ്ടിയർ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ICF RSC ഹജ്ജ് വളണ്ടിയർ കോറിന് കീഴിൽ ലബൈക്ക് ഹജ്ജ് നാവിഗേറ്റർ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മലയാളത്തിന്റെ അനശ്വര ഗായകൻ P. ജയചന്ദ്രന് സ്മരണാഞ്ജലി ഒരുക്കി കാനഡയിലെ ഒണ്ടാരിയോ റീജിയണൽ മലയാളി അസോസിയേഷൻ. മിസിസൗഗ വാലി റിക്രിയേഷൻ സെന്ററിലായിരുന്നു ജയചന്ദ്രോത്സവം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. മലയാളികൾ എന്നും ഏറ്റുപാടുന്ന ഒട്ടനവധി മധുരഗാനങ്ങൾക്ക് ശബ്ദമായി മാറിയ ഭാവഗായകൻ P. ജയചന്ദ്രനെ അനുസ്മരിക്കുകയാണ് കാനഡയിലെ മലയാളി സമൂഹം. പ്രശസ്ത ഗായകനും ഐഡിയ സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റുമായ വിദ്യാശങ്കറും കാനഡയിലെ മറ്റ് കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ഒന്റാറിയോ റീജിയൻ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സുധീഷ് ബാലകൃഷ്ണൻ, അജീന അംബ്ലി, ഡാനി വിൻസെന്റ്, അജു ഫിലിപ്പ്, അനു ബാലചന്ദ്രൻ, സജീവ് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി.
24 കാനഡ. ഖത്തർ ഇന്ത്യൻ മീഡിയ ഫോറം വിദ്യാർത്ഥികൾക്കായി IMA റഫീഖ അനുസ്മരണ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. പുതുതലമുറയിൽ മാതൃഭാഷയുടെ കരുത്തു പകരാൻ ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച മത്സരത്തിൽ 2 വിഭാഗങ്ങളിലായി 15-ലേറെ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. ദീർഘകാലം ഖത്തറിൽ മാധ്യമപ്രവർത്തകനായിരുന്ന IMA റഫീഖിന്റെ സ്മരണയ്ക്കായാണ് ഖത്തറിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ IMF മത്സരം സംഘടിപ്പിച്ചത്. മലയാള ഭാഷയുടെ മികവും ആശയപ്രകാശനവും മാറ്റുരച്ച 100ഓളം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 15ഓളം കുട്ടികളാണ് വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് അവസാന റൗണ്ടിൽ വേദിയിലെത്തിയത്. വാക്ചാതുര്യവും ആശയപ്രകാശന മികവും മാറ്റുരച്ച മത്സരം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ MES ഇന്ത്യൻ സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ഒട്ടുമിക്ക സ്ഥാനങ്ങളും സ്വന്തമാക്കി. കാലിക പ്രസക്തമായ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ICC അശോക ഹാളിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ MES ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് റിസാൻ ഒന്നാമതെത്തി. MES ഇന്ത്യൻ സ്കൂളിൽ നിന്നുള്ള ലക്ഷ്മി സുരേഷ് കുമാർ 2ാം സ്ഥാനവും ഒലീവ് ഇന്റർനാഷണൽ സ്കൂളിലെ അയാന മുഹമ്മദ് ഹാഷിക്ക് 3ാം സ്ഥാനവും ഉറപ്പിച്ചു. ശക്തമായ മത്സരം നടന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ MES ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ആയിഷ ഫാത്തിമ ബഷീർ 1ാം സ്ഥാനത്തിന് അർഹയായി. മറിച്ച് എനിക്ക് പാസ്സാകാൻ പറ്റുമായിരുന്നു. ഉള്ള സമയം മുഴുവൻ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാഴാക്കി എന്നതാണ് സത്യം. കുട്ടികൾക്കും ഓരോ ടാലന്റാണ്. MESലെ തന്നെ അഫീന ഫൈസൽ 2ാം സ്ഥാനവും മുഹമ്മദ് നസാൻ അൻവർ 3ാം സ്ഥാനവും നേടി. നേരത്തെ നൽകിയ വിഷയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിഷയം ആസ്പദമാക്കിയായിരുന്നു ഓരോരുത്തരും വേദിയിലെത്തിയത്. റേഡിയോ മലയാളം FM CEO അൻവർ ഹുസൈൻ, എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീനാഥ് ശങ്കരൻകുട്ടി, ഡോക്ടർ പ്രതിഭ രതീഷ് എന്നിവർ വിധികർത്താക്കളായി. ശാരീരിക വൈകല്യങ്ങളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച കൊച്ചുമിടുക്കി നതാനിയ ലല വിപിൻ വേദിയിൽ സംസാരിച്ചു. മാതൃഭാഷയായ മലയാളത്തിൽ വിവിധ വിഷയങ്ങളെ അപഗ്രഥിക്കാനും അവതരിപ്പിക്കാനുമുള്ള പ്രവാസി മലയാളി വിദ്യാർത്ഥികളുടെ മികവിനെ വിധികർത്താക്കൾ പ്രശംസിച്ചു. വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബിന്ദു N. നായർ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. IMF പ്രസിഡന്റ് ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷഫീഖ് അറക്കൽ സ്വാഗതം പറഞ്ഞു. ICC ജനറൽ സെക്രട്ടറി എബ്രഹാം ജോസഫ്, പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർ EM സുധീർ, IMF സെക്രട്ടറി അൻവർ പാലേരി എന്നിവർ പങ്കെടുത്തു. ബിന്ദു N. നായർക്കുള്ള ഉപഹാരം ഭാരവാഹികൾ കൈമാറി. വിധികർത്താക്കൾക്കുള്ള ഉപഹാരങ്ങൾ വൈസ് പ്രസിഡന്റ് സാദിഖ് ചെന്നാടൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K. ഹുബൈബ്, ഫൈസൽ ഹംസ എന്നിവർ വിതരണം ചെയ്തു. അൻവർ പാലേരി, 24 ദോഹ. 24 ഒരുക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് കേരള ക്രിക്കറ്റ് ചാലഞ്ചിന്റെ സ്ക്വാഡ് ഹണ്ട് ദുബായിൽ പുരോഗമിക്കുന്നു. മത്സരത്തിന്റെ ട്രോഫിയും ജേഴ്സിയും പ്രകാശനം ചെയ്തു. ദുബായിലെ ഡാന്യൂബ് സ്പോർട്സ് വേൾഡിൽ ഈ മാസം 13, 14, 15 തീയതികളിലാണ് മത്സരം. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുക. ലുലു എക്സ്ചേഞ്ച്, നെല്ലറ എന്നിവരാണ് പരിപാടിയുടെ പ്രധാന സ്പോൺസേഴ്സ്. പ്രവാസി ലോകത്തെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ചലഞ്ചിന്റെ സ്ക്വാഡ് ഹണ്ട് ദുബായിൽ പുരോഗമിക്കുകയാണ്. ദുബായ് അൽ നഹദയിലുള്ള ലാവൻഡർ ഹോട്ടലിലാണ് ഈ സ്ക്വാഡ് ഹണ്ട് പുരോഗമിക്കുന്നത്. വലിയ തോതിലുള്ള ആവേശത്തോടുള്ള സ്വീകരണമാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ചലഞ്ചിന് ഇതിനോടകം തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു ക്രിക്കറ്റ് ഉത്സവത്തിനായി, ക്രിക്കറ്റ് മാമാങ്കത്തിനായി. എവിടെ എത്തി കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു? Right now we are in a absolutely wonderful situation where all our 14 franchisee have come over for the men's team and for the franchisee for the women's team, and we've already started doing the Scott Hunt, and it has been absolutely very energetic sort of an surrounding. People really enjoying, and we hope that each franchisee will be able to form a wonderful team. എത്ര താരങ്ങളെയാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്നത്? Right now there is 168 men and around about 72 women players, of which we will be kind of hunting for all of them, 168 and 72. ഡാന്യൂബ് സ്പോർട്സ് വേൾഡിൽ ഇങ്ങനെയൊരു കേരളത്തിലെ മലയാളി ഇവിടെ പ്രവാസ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഉത്സവം നടക്കാൻ പോകുക. ഡാന്യൂബ് സ്പോർട്സ് വേൾഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? Danube Sports World because that's one of the largest sporting facility, one of the finest sporting facility, and also we were looking at options on live streaming all the matches so that we reaches all corners of the world, especially for people who are cricket lovers and 24 this thing. So I think Danube was the best choice, and that really matters today.
ഒരു ക്രിക്കറ്റ് മത്സരത്തിന്, ഒരു ടെലിവിഷൻ നടത്തുന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രിക്കറ്റ് മത്സരത്തിന് UAE ഇൻഫ്ലുവൻസറുടെ അത്തരം ആളുകളുടെ കൂടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളത് ആദ്യമായിട്ടാണ് UAE നടക്കുന്നത്. നമ്മൾ എടുത്തു പറയാനാണെങ്കിൽ 14 ജില്ലകളും 6 എമിറേറ്റ്സ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. 14 ജില്ലകളുടെ മെൻസ് ടീമും 6 എമിറേറ്റ്സിൻ്റെ UAE എമിറേറ്റ്സിൻ്റെ വിമൻ ടീമായിട്ടാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇവൻറ്റ് ആണും പെണ്ണും പുരുഷനും വനിതാ വിഭാഗത്തിൽ ഇത്രയും വലിയൊരു ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത്. അതിൽ അംബാസിഡേഴ്സ് 15 പേരുണ്ട്. 15 പേരും നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കണ്ടു കാണും. അതിൻ്റെ അകത്ത് ഇനി നടക്കാൻ പോകുന്ന ഇന്നത്തെ ഒരു സ്ക്വാഡ് ഹണ്ടിൻ്റെ ഒരു മാമാങ്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ഒരു അട്രാക്റ്റീവ് സംഭവങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഫ്രാഞ്ചൈസ് ഓണേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ്, അസോസിയേറ്റ് സ്പോൺസേഴ്സ്, പ്രസൻറ്റേഷൻ സ്പോൺസേഴ്സ്, അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഇവിടെ ക്യാപ്റ്റൻസ്, A ഡിവിഷൻ, B ഡിവിഷൻ കാറ്റഗറി ആൾക്കാരും വന്നിട്ടുണ്ട്. ഇവിടെ അവരുടെ പ്രൊമോ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനിരിക്കെ ആണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം മുതലുള്ള ഒരു ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര റെസ്പോൺസ് തന്നെയായിരുന്നു. നമുക്കറിയാം UAE നമുക്ക് ഓൾറെഡി 7 തൊട്ട് 8 ലക്ഷോളം മലയാളി കമ്മ്യൂണിറ്റി തന്നെ ഇവിടെ ഉണ്ട്. അതിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവേശം തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ, അതും 24ഉം ഫ്ലവേഴ്സിൻ്റെ ഒരു സാന്നിധ്യത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു റെസ്പോൺസ് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അകത്ത് കാണാം. ഞങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ അകത്ത് കാണുന്നുണ്ട് ആ ഒരു കൂട്ടായ്മ. തീർച്ചയായും രാത്രി വൈകിയും ദുബായിൽ ഈ ഒരു സ്ക്വാഡ് ഹണ്ട് പുരോഗമിക്കുകയാണ്. ഇനി 13, 14, 15 തീയതികളിൽ UAE കാണാനിരിക്കുന്നത് വിസ്മയകരമായ മാമാങ്കം തന്നെയായിരിക്കും. ദുബായിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. സൗദി ദമാമിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ ദമാം മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ് പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പുറത്തിറക്കി. ക്ലബ് സ്പോൺസർ ബദറുദ്ദീൻ അബ്ദുൽ മജീദ് ജേഴ്സിയുടെ പ്രകാശനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് നാസർ വെളിയത്ത്, ടീം മാനേജർമാരായ അബ്ദുൽ കരീം, അദ്നാൻ വെള്ളരിക്കൽ, എക്സിക്യൂട്ടീവ് മെമ്പർ ഹസൻ കൂട്ടിലിൽ, മുഹമ്മദ് അലി, റോബിൻ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് പൊക്കുന്ന് കിണാശ്ശേരി വാഴോട്ട് താഴം സ്വദേശി മറക്കാൻ കടവ് പറമ്പിൽ ഇസ്മായിൽ ഹൃദയസംഭരണത്തെ തുടർന്ന് ഖത്തറിൽ മരിച്ചു. സ്കൈവേ റെന്റേ കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. 49 വയസ്സായിരുന്നു. നാദിറയാണ് ഭാര്യ. 3 പെൺകുട്ടികളുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC ഖത്തർ അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈദുൽ അദ്ഹ പ്രമാണിച്ച് ഖത്തർ സെൻട്രൽ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി, മണി എക്സ്ചേഞ്ചുകൾ, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും. ജൂൺ 5 വ്യാഴാഴ്ച ആരംഭിച്ച് ജൂൺ 9 തിങ്കളാഴ്ച അവധി അവസാനിക്കും. അവധിക്ക് ശേഷം എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ജൂൺ 10 പ്രവർത്തനം ആരംഭിക്കും. മന്ത്രാലയങ്ങൾ, മറ്റ് സർക്കാർ ഏജൻസികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ അവധിയായിരിക്കും. നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു. നിലമ്പൂരിൽ പോരാട്ടം മുറുക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ പേരിൽ PV അൻവർ, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് 6 മണിയോടെ അവസാനിച്ചു. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിനെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു M സ്വരാജ്, PV അൻവർ, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നീ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. നിലമ്പൂർ തഹസിൽദാർ ഓഫീസിലാണ് 3 പേരും പത്രിക സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 11:30 പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ച് ആശങ്കയില്ലെന്ന് പ്രതികരണം. മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകും. നമുക്ക് അങ്ങനെ ആശിക്കാം. പ്രവർത്തകരെ അണിനിരത്തി ശക്തി പ്രകടനം നടത്തിയ ശേഷം PV അൻവറിന്റെ പത്രികാ സമർപ്പണം. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത്. എന്താ പ്രതീക്ഷ? ജയിക്കൂ? 100% ഞാനല്ല ജയിക്കുന്നത്, ഈ കേരളത്തിലെ ജനങ്ങളാണ് ജയിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കൊപ്പം റോഡ് ഷോയായി എത്തിയാണ് ഇന്നലെ BJPയിൽ ചേർന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ശനിയാഴ്ചയാണ് പത്രിക നൽകിയത്. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിച്ചതോടെ നിലമ്പൂരിന് പോരാട്ടം മുറുകുന്ന ദിനങ്ങൾ. ടീം 24 നിലമ്പൂർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. 3 പ്രമുഖ മുന്നണികളും PV അൻവറും നേർക്കുനേർ വരുന്നതോടെ നിലമ്പൂർ ഇതുവരെ കാണാത്ത വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.
നിർണായക ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ UDF-ന് വേണ്ടി പ്രചാരണത്തിനെത്തും. UDF-ന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത്, LDF-ന് വേണ്ടി M സ്വരാജ്, NDA സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ്, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥിയായി PV അൻവർ. ഇതാണ് നിലമ്പൂരിൽ തെളിയുന്ന മത്സര ചിത്രം. സൂക്ഷ്മ പരിശോധനയിൽ കടന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും പൂർത്തിയാകുമ്പോഴേ അന്തിമ ചിത്രം വ്യക്തമാകുകയുള്ളൂ. എങ്കിലും ഏറെക്കുറെ ഇതുതന്നെയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ലൈനപ്പ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഊന്നിയായിരിക്കും LDF-ന്റെ പ്രചരണം. ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കാതിരിക്കാൻ LDF പരമാവധി സൂക്ഷ്മത പുലർത്തും. മറുവശത്ത് സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാനായിരിക്കും UDF-ന്റെ ശ്രമം. ഭരണവിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ഇടപെടലും UDF നടത്തും. ഗണ്യമായ തോതിൽ ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലത്തിൽ പരമാവധി വോട്ടുകൾ നേടാനായിരിക്കും BJP-യുടെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ നിലമ്പൂരിൽ നേടിയ 17,000 പരം വോട്ടുകളായിരിക്കും BJP-യുടെ ടാർഗറ്റ്. ഇരു മുന്നണികൾക്കും പുറത്തായി പോയ PV അൻവറിന് തന്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കുകയാണ് ദൗത്യം. ഇങ്ങനെ എല്ലാ കക്ഷികൾക്കും ഒരുപോലെ നിർണായകമായതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും വിവരണാതീതമാകുമെന്ന് തീർച്ച. LDF-ന്റെ പ്രചരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ചുക്കാൻ പിടിക്കുക. ഈ മാസം 13 മുതൽ 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് മുഖ്യമന്ത്രി M സ്വരാജിന് വേണ്ടി വോട്ട് തേടും. നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ MP പ്രിയങ്ക ഗാന്ധിയായിരിക്കും UDF-ന്റെ താരപ്രചാരക. മറ്റ് ദേശീയ നേതാക്കളും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളത്തിലിറങ്ങും. മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ പ്രചരണത്തിലെത്തിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രഖ്യാപനം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന പതിവ് മമതാ ബാനർജിക്കില്ല. പകരം മറ്റു തൃണമൂൽ നേതാക്കൾ എത്താനാണ് സാധ്യത. ടീം 24 നിലമ്പൂർ. തിരികെ വാർത്തകളിലേക്ക്. എന്റെ കേരളം പ്രദർശന വിപണന മേള സമാപിച്ചത് വലിയ ജനപിന്തുണയോടെയായിരുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്റെ കേരളം മേളയിലൂടെ സാധിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ സമ്മാനമായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണന മേള. 14 ജില്ലകളിലും നടന്ന മേളയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളും അവതരിപ്പിക്കുകയായിരുന്നു എന്റെ കേരളം മേളയിലൂടെ ലക്ഷ്യമിട്ടത്. വിവിധ വകുപ്പുകൾ സംഘടിപ്പിച്ച വ്യത്യസ്തങ്ങളായ പ്രദർശന വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, പ്രശസ്ത കലാകാരന്മാർ നയിച്ച കലാവിരുന്ന് എന്നിവ മേളകളുടെ മാറ്റുകൂട്ടി. എന്റെ മനസ്സിലോട്ട് 2 ചിന്തനം വരുന്നുണ്ട്. 2 എന്താ? ഒന്ന് മതം, മറ്റേത് രാഷ്ട്രീയം. നോക്കുന്നോ? അതാണെങ്കിൽ പിന്നെ നേരിനറിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വന്ന് രാഷ്ട്രീയക്കാരൻ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയി. അങ്ങനെയല്ല, ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്ന തരത്തിലുള്ള സ്ലൈഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. സ്റ്റാളൊക്കെ കണ്ടുമെല്ലാം വളരെ നല്ലതായിരിക്കുന്നു. പിന്നെ സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. ജനകീയ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ പുരോഗതി ജനങ്ങൾക്ക് നേരിട്ട് വിലയിരുത്താനുള്ള അവസരമായി മാറി എന്റെ കേരളം മേള. കിഫ്ബിയുടെ സഹായത്തോടെയായിരുന്നു ജില്ലകളിൽ വലിയ സ്റ്റോളുകൾ ഒരുക്കിയത്. ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ
ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവായി മേള മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. കലാ സാംസ്കാരിക പരിപാടികളിൽ ജനം ഒഴുകിയെത്തി. യുവതയുടെ ആവേശമായി മാറിയ താരങ്ങളുടെ സ്റ്റേജ് ഷോകളിൽ ജനക്കൂട്ടം ആർത്തിരമ്പി. വൈവിധ്യവും പുതുമയും നിറഞ്ഞ എന്റെ കേരളം മേളകൾ അവസാനിച്ചപ്പോൾ നാടൊറ്റക്കെട്ടായി പറയുന്നു ജനകീയം ഈ മേളകൾ. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.